നമ്മുടെ അവോധയിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്രെഡൻഷ്യൽ മെയിൽ വരുന്നത് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മെയിൽ ഐ ഡിയും അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഇവിടുന്ന് സെറ്റ് ചെയ്ത് തരുന്ന ഒരു പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു വഴി കൂടെ. ആ ഒരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് avodha.com സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം അവോധയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻറ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അവിടെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി അല്ലെ പാസ്വേഡ് അത് ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. ഡീഫോൾട്ടായിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മുടെ ആപ്പ് വീണ്ടും ഒരു റെസ്പോണ്ടൻസ് വരും. അത് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഒരു പ്രോഗ്രസീവ് ബാറിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കോഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ കോഴ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്.